ഹായ് ഹലോ. അപ്പോഴേ എന്നീ കടലക്കറിയൊക്കെ ഒരേ രീതിയിൽ വെക്കാതെ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതിയിൽ അതേ ക്രീമി ടെക്സ്ചറിൽ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ ചന മസാല റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നേ. വളരെ സിമ്പിളാണ്. ചപ്പാത്തിയോ അപ്പോ ഇടിയപ്പോ എന്താച്ചാൽ നിങ്ങൾ ഉണ്ടാക്കോ, പക്ഷേ ഒരിക്കലെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുതിർത്ത് വെച്ചേക്കുന്ന ഒരു ബൗള് വെള്ളക്കടല, ഒരു ചെറിയ പീസ് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, കുറച്ച് ഉപ്പും പിന്നെ ഒരു ബേ ലീഫും ചേർത്തിട്ട് ഒരു 4 വിസിൽ മതിയാകും. അതങ്ങോട്ടേക്ക് മാറ്റി വെച്ചോ. പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. മീഡിയം 2 സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ കളർ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾ കുറുമക്കൊക്കെ കട്ട് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ, കിഴങ്ങ്, ക്യാരറ്റ്, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ ആ വെള്ളക്കടല വേവിച്ച സെയിം വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ആ വെള്ളക്കടലയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് മസാലപ്പൊടികൾ, നോർമൽ മസാല തന്നെ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫൈനലി നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.